അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമ്മളുടെ CH മുസ്തഫ മൗലവിയുണ്ട്. മൂപ്പരുടെ ചില കീർവാണങ്ങളുണ്ട്. അതിലൊന്നാണ് മൂപ്പരുടെ ഒരു പ്രസംഗം, ഖുതുബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളെ പറ്റിക്കാനുള്ള ആ പ്രസംഗത്തിൽ മൂപ്പർ പറയുന്നത് വിശുദ്ധ ഖുർആൻ റമദാൻ മാസം ഇതിനെപ്പറ്റിയാണ് മൂപ്പർ പറയുന്നത്. റമദാൻ മാസം എന്ന് പറയുന്നത് കൊല്ലത്തിൽ 12 മാസമുണ്ട്. ആ മാസങ്ങളിൽ സാധാരണ ഒരു മാസം ഇത്രയേ അതിൻ്റെ പ്രാധാന്യമുള്ളൂ. വേറെ പ്രാധാന്യമൊന്നും അതിനില്ല എന്ന് ആദ്യം പറഞ്ഞു വെക്കുകയും എന്നാൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്കാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാധാന്യം അതിനുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പിന്നെ മൂപ്പരുടെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വിവേകശാലിയായ നിഷ്പക്ഷനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ മുസ്തഫ എങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും മുസ്തഫൻ്റെ വായിന്ന് വരില്ല. മുസ്ലിം സമൂഹം എന്നാണ് പഴിച്ചത്. അതിന് മൂപ്പര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുന്തത്തിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. മുആവിയ എന്നാണ് അയാളുടെ പേര്. അയാൾ കുന്തത്തിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ച അന്ന് മുതൽക്കാണ് ഇസ്ലാം വഴിതെറ്റിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം വഴിതെറ്റിപ്പോയി ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം ലോകത്ത് എവിടെയില്ല. താനത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടുന്നാ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയാൽ അപ്പം പറയാം. ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാനവിക ഖുർആൻ പഠനമോ അല്ലെങ്കിൽ അതുപോലുള്ള മോക്ഷ സിദ്ധാന്തമോ അതൊന്നും ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് അദ്ദേഹം തന്നെ വ്യംഗ്യമായി അംഗീകരിക്കുന്നു എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഖുർആനിൻ്റെ യഥാർത്ഥ ആശയമാണ് ഞാൻ എൻ്റെ ഖുർആൻ അകമ്പൊരുളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് ശരിയായിട്ടുള്ള ഖുർആൻ്റെ അധ്യാപനങ്ങൾ. ബാക്കിയുള്ളതൊക്കെ മുആവിയൻ്റെതാണെന്നാണ് അദ്ദേഹം പറയേണ്ടത്. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഉൾക്ക് അവിടെ ഉണ്ട്. തനിക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു സംഗതി പുസ്തക രൂപത്തിൽ കച്ചവടത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തനിക്ക് ബോധ്യമില്ലാത്തൊരു സംഗതി അത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് ഇസ്ലാം ഖുർആൻ പറയുന്ന ഇസ്ലാം ലോകത്ത് എവിടെയും ലഭ്യമല്ല. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഖുർആൻ്റെ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്താണെന്ന് നമ്മൾ മനസ്സിലാവുള്ളൂ. അത് എവിടുന്നാണ് കിട്ടുകയെന്നൊന്നും മൂപ്പർക്ക് തിരിപാടൊന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കണ്ടു കിട്ടുമ്പോൾ നമുക്കും അത് സ്വീകരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയമുള്ളത്, മുആവിയ ഈ കുന്തത്തിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ചപ്പോൾ മറുഭാഗത്ത് അലി ഇബ്നു അബി താലിബ് ഉണ്ടായിരുന്നു. അലി ഇബ്നു അബി താലിബിൻ്റെ മഹത്വമൊക്കെ മൂപ്പർ പറയുന്നുണ്ടല്ലോ. ഈ അലി ഇബ്നു അബി താലിബ് മുആവിയൻ്റെ വലയെ പെട്ടുപോയോ? അതോ അലി ഇബ്നു അബി താലിബിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുആവിയൻ്റെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള യഥാർത്ഥ ഇസ്ലാം അവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് ഉദ്ധരിച്ചിട്ടില്ല, എഴുതി വച്ചിട്ടില്ല, രേഖപ്പെടുത്തി വച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട്. ഒന്നുകിൽ അലി റളിയല്ലാഹു അൻഹു മുആവിയൻ്റെ വലയെ പെട്ടു, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഇസ്ലാം ഇവിടെ ഉണ്ട്. രണ്ടാലൊന്ന് സംഭവിക്കണമല്ലോ. എന്നാൽ അലി റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും പറഞ്ഞോ മുആവിയായിട്ട് രാഷ്ട്രീയപരമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഹസൻ ഹുസൈൻ, ഹസന് ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ മുആവിയക്ക് ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കുക ചെയ്ത്. അപ്പോൾ മുസ്തഫയുടെയും ആളുകളുടെയും ഭാഷ്യമനുസരിച്ച് ഹസൻ ചെയ്തത് വലിയൊരു ദ്രോഹമാണ്, സാമൂഹിക ദ്രോഹമാണ്. കാരണം ഇത്രയ്ക്ക് കുറ്റവാളിയായിട്ടുള്ള ഒരാൾക്ക് ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കുക പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. എന്നിട്ട് ഹസനും ഹുസൈനും മുആവിയയുടെ അടുത്ത് പലപ്പോഴും പോയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ചരിത്രം ഇയാൾ അംഗീകരിക്കുമല്ലേ എന്ന് പറയാനും കഴിയില്ല. എന്തായിരുന്നാലും ആ കാലഘട്ടത്തിലെ
പിന്നെ ഭരണാധികാരികളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും അതിലൂടെ പിന്നെ ജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്യാന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്തിരുന്നത് എന്നതും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അതവർക്ക് തന്നെ കിട്ടേണ്ട അവകാശമാണ്. അപ്പോൾ ആ അവകാശം അവർ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഖുർആൻ അനുസരിച്ചും അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. അത് അവർ തിരസ്കരിച്ചിരുന്നു എന്ന് പറയാൻ തെളിവുകളൊന്നുമില്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മുആവിയയുടെ ഈ അക്രമ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുആവിയയിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുത്തു എന്ന് മാത്രമല്ല, മുആവിയയ്ക്ക് ഈ അധികാരം ഒഴിഞ്ഞുകൊടുത്തു എന്നുള്ള വലിയൊരു കുറ്റം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു മനുഷ്യൻ ചെയ്തു എന്നാണ് മുസ്തഫ പറയാതെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അടക്കം മുആവിയൻ്റെ വലയിൽ പെട്ടു എന്നും, അതുകൊണ്ടാണ് മുആവിയ പഠിപ്പിച്ച അദ്ദേഹം പ്രചരിപ്പിച്ച ഇസ്ലാം മാത്രം ലോകത്ത് വിജയിക്കുകയും നിലനിൽക്കുകയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ്റെയും ഹുസൈൻ്റെയും ഒന്നും ഇസ്ലാം കാണാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. അതോ ഇനി ഭാവിയിൽ വേറെന്തോ ഇവർ കൊണ്ടുവരുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് അപ്പോൾ നമുക്ക് കാണാം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് മൂപ്പർക്ക് കുറേ പുരാതികളാണ്. എന്താ സംഗതി? ആരും ഖുർആൻ പഠിപ്പിക്കുന്നില്ല, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നാണ് ഇവിടെ പുരോഹിതന്മാർ പറയുന്നത്. ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്നും അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അതിൽ സമസ്തക്കാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, ജമാഅത്തുകാരുണ്ട്, മുജാഹിദുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരാരും ഖുർആൻ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കുകയാണ് റമദാനിൽ ചെയ്യേണ്ടത്, അല്ലാതെ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുകയല്ല. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വരിഞ്ഞു കെട്ടിയിട്ട് റൂമിലിട്ട് അടച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൗലൂദ് ഓതുന്നത് പോലെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയാണ് മുസ്ലിങ്ങൾ എന്ന് ഖുർആനോട് സമീപിക്കുന്ന സമീപനം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. റമദാൻ ആണ് വിഷയം. അപ്പോൾ റമദാനിൽ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൈക്കൊള്ളുന്ന ആരാധനാപരമായ അനുഷ്ഠാനപരമായ സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മൂപ്പർ പറയണത്. പക്ഷെ അതിന് വളച്ചു കെട്ടിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ജനങ്ങൾക്കത് ബോധ്യമാവും എന്നുള്ള ഒരു മിഥ്യാധാരണയും മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല വേണ്ടത്, ഖുർആൻ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതെ, ഖുർആൻ പഠിക്കുകയാണ് വേണ്ടത്. ഖുർആൻ പഠിച്ചിട്ടോ? ഖുർആൻ പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങാണോ വേണ്ടത്? ഖുർആൻ വല്ല ആരാധനയെ സംബന്ധിച്ചും പറയുന്നുണ്ടോ? ഖുർആൻ റമദാനിൽ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ? ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ രാത്രി നമസ്കാരമോ അതുപോലുള്ള നമസ്കാരങ്ങളൊന്നും ഇസ്ലാമിലുള്ളതല്ല, ഒക്കെ മുആവിയ പഠിപ്പിച്ചാണെന്നുള്ള അംഗീകരിക്കുക. എന്നാൽ തന്നെ നോമ്പ് എന്ന് പറയുന്ന ഇന്ന് മുസ്ലിങ്ങൾ കൈക്കൊള്ളുന്ന ഈ നോമ്പുണ്ടല്ലോ, ഇത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് മുസ്തഫ പറയേണ്ടതാണ്. കാരണം അതും മുആവിയ പഠിപ്പിച്ചതാണെങ്കിൽ പിന്നെ ഞാൻ നോമ്പ് പേടുന്നാ കിട്ടുക എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പമാണ് കാടടക്കി വെടിവെക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ മുസ്തഫ സ്വീകരിക്കണമെന്നുള്ളത്. ഇവിടെ ഒരു വിഭാഗം തങ്ങളുടെ അനുയായികളോട് നിങ്ങളിത് പഠിക്കേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഞങ്ങൾ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറയുന്നുള്ളത് ശരിയാണ്. മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പറയണത്? ഇത് ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുസ്തഫയെ പോലെ ഒരു മൗലവി എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ഡിതനാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ എന്ന് സ്വയം അഭിമാനിക്കുകയും പറയുകയും ചെയ്യുന്ന മൗലവി പട്ടം തൻ്റെ പേരിൻ്റെ വാലായി ചേർത്തിട്ടുള്ള ഒരു മനുഷ്യൻ ഈ രീതിയിലൊക്കെ കള്ളം പറഞ്ഞാൽ എന്താ പിന്നെ അതിനെപ്പറ്റി പറയേണ്ടി വരിക? ആണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് വിഭാഗങ്ങൾ, അതുപോലെ ലോകാടിസ്ഥാനത്തിലുള്ള ആധുനിക നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ഏതെടുത്ത് നോക്കിയാലും അവരൊക്കെ ചെയ്യുന്ന സംഗതി ഒന്ന്, അവർ ഖുർആൻ വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഖുർആൻ്റെ പഠനം എന്നുള്ളത് മുസ്തഫ പറയും പോലെ അല്ല എന്നുള്ളൊരു സംഗതി അതിലുണ്ട്. അവർ ഖുർആൻ
പരസ്പരം ഖുർആനിലെ ആയത്തുകൾ ചേർത്ത് വെച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ ഹദീസുകൾ ചേർത്ത് വെച്ച് പഠിക്കുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രം ചേർത്ത് വെച്ച് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയൊക്കെ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്യാം എന്ന് പഠിക്കുന്നുണ്ട്. ആധുനികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിൽ നിന്ന് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് പഠിക്കുന്നുണ്ട്. ലോകത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, പിന്നെ എങ്ങനെ അതിനെ പരിഹരിക്കാം, ഇതൊക്കെ ലോകത്തുനിന്ന് മുസ്ലിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതൊന്നും ഖുർആനിൻ്റെ പഠനമായിട്ട് മുസ്തഫ അംഗീകരിക്കൂല. കാരണം മുസ്തഫ ഖുർആൻ്റെ പഠനമായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഈ പഠിക്കുന്ന ആളുകളൊക്കെ അംഗീകരിക്കേണ്ടതുണ്ട്. അത് ശ്രീനാരായണീയ കാഴ്ചപ്പാടുകളാണ്. കാരണം ശ്രീനാരായണനേക്കാൾ മഹത്വമാർന്നിട്ടുള്ള മഹോന്നതനായിട്ടുള്ളൊരു വ്യക്തിയും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് മുസ്തഫയുടെ വിശ്വാസം. അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ശ്രീനാരായണീയ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ പഠിക്കുമ്പോഴേ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് പക്ഷേ തൽക്കാലം ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ കിട്ടൂല എന്നുള്ളത് കൊണ്ട് അത് തുറന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുസ്തഫയുടെ ഉള്ളുകളി ഇവിടെ ആർക്കും മനസ്സിലാവാത്തതല്ല സംഗതി. എന്ന് മാത്രമല്ല, അതോടൊപ്പമാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് നിങ്ങളിത് പഠിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ എല്ലാവരും പറയുന്നു എന്ന് പറയുന്ന കള്ളം പറയണത്. കാരണം ഇവിടെ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും പാരമ്പര്യ വിഭാഗങ്ങളിൽ നിന്ന് വേറുപെട്ട് വരുന്നതിൻ്റെ ഒരു കാരണം തന്നെയും അവർ ഖുർആനോട് പ്രതിബദ്ധത പുലർത്തുകയും ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അതിനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുറേ മാമൂലുകളും നാട്ടാചാരങ്ങളും കൈകൊണ്ട് ഖുർആൻ ഓതുക എന്നുള്ളത് മാത്രമല്ല അവർ ചെയ്യുന്നത്. ആ നാട്ടാചാരങ്ങൾക്കും മാമൂലുകൾക്കുമൊക്കെ എതിരിൽ നിലനിന്നുകൊണ്ട് തന്നെ ഖുർആൻ എന്താണോ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, സമൂഹത്തെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യം കൂടി അവർ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ലോകത്ത് വലിയൊരു വിഭാഗം അവരെ തീവ്രവാദികളോ മൗലികവാദികളോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നതും എന്നുള്ളത് സമകാലിക സംഭവവികാസങ്ങൾ മനസ്സിലാക്കുന്ന ഏത് നിഷ്പക്ഷനായിട്ടുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. പക്ഷെ ഇതിനൊക്കെ വേണ്ടത് ഒന്ന് വിവേകമാണ്, രണ്ടാമത്തേത് നിഷ്പക്ഷതയാണ്, രണ്ടാമത്തേത് വൈജ്ഞാനികമായിട്ടുള്ള പ്രബുദ്ധതയും പ്രതിബദ്ധതയുമാണ്. ഇതൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. അതാണ് യഥാർത്ഥത്തിൽ മുസ്തഫ എന്ന് പറയുന്ന സാധനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ ഓതുക എന്നതിന് മഹത്വമില്ല എന്നതാണോ മുസ്തഫ പറയുന്നതെന്ന് മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം ഖുർആനിൽ ഖിറാഅത്ത് തിലാവത്ത് എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാളും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഒന്നതിൻ്റെ പാരായണം തന്നെയാണ്. കാരണം ഒരു ഗ്രന്ഥം അത് സമൂഹത്തിൽ നിലനിൽക്കുകയും സുരക്ഷിതമായി അവരുടെ കയ്യിൽ അത് നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഒരു മാർഗം എന്താണ്? അവർ അത് നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഖുർആനിൻ്റെ പാരായണത്തിന് ഖുർആൻ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിലൊന്നാണ് സൂറത്ത് മുസമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാറ അലിമ അല്ലൻ തുഹ്സൂഹു ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. ഈ സംഗതി ഈ ആയത്തിൽ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ ഫഖറഊ മാ തയസ്സറ മിൻഹു. ഖുർആനിൽ നിന്ന് സാധ്യമായത് നിങ്ങൾ ഓതുക, പാരായണം ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇതേ ഖിറാഅത്ത് എന്ന പദം തന്നെ ആയത്തിൽ ഖുർആൻ ആയത്തിൽ പഠിച്ചു മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും സ്ഥലങ്ങളിൽ ഈ പദങ്ങൾ ഈ രണ്ടർത്ഥത്തിലും പ്രയോഗിച്ചത് കാണാം.
തിലാവത്ത് എന്ന് പറഞ്ഞാലോ, തിലാവത്തിനും ഇത് തന്നെയാണ് ഒരർത്ഥം. യത്ലു അലൈഹിം ആയാത്തിഹി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഈ ഖുർആനിൻ്റെ ആയത്തുകൾ അത് പഠിക്കുന്നു എന്നല്ല, അവിടെ ഓതി കേൾപ്പിക്കുന്നു എന്നാണ്. മറ്റൊരർത്ഥം തലാവത്തിനുള്ളത് പിന്തുടരാണ്. അത് പക്ഷേ ഇവിടെ പ്രായോഗികമല്ല. കാരണം അവിടെ പഠിപ്പിക്കുന്നതും പഠിക്കണതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ തന്നെ പറയുന്നുണ്ട്, വയുഅല്ലിമുഹുമുൽ കിതാബു വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഭാഗത്ത് നടക്കുമ്പം, പഠിക്കുക എന്നുള്ള ഒരു ഭാഗത്ത് നടക്കുമ്പം തന്നെ പാരായണം ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം നടക്കേണ്ട സംഗതിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നത്. ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം നടക്കേണ്ട സംഗതി എന്നുള്ളതിൽക്കാണ് ഖുർആൻ അതെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നിനെ അവഗണിച്ച് മറ്റതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനോട് ചെയ്യുന്ന നീതിയല്ല, അത് അനീതിയാണ് എന്നാണ് മുസ്തഫയുടെ ഇതുപോലുള്ള വായ്ത്താരികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ കഴിയുന്ന സംഗതി.